കർത്താവിന്റെ പുനർനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന പ്രഭാതങ്ങളിൽ ഒരുമിച്ച് കർത്താവിന്റെ പാതപെടുത്തി വരുവാൻ ഇത് നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു കുറവുമില്ലാതെ നമ്മൾ നടക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുറവുമില്ലാതെ നമ്മൾ ജീവിക്കാൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതായി തരാൻ കഴിയാത്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളില് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന വിഷയം അതാണ്. ദൈവം നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നന്നായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് തന്നെ വചനം അങ്ങനെ തന്നെ പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ ഒരു കാര്യമുണ്ട്. സത്യം അല്ലെ അരക്കി കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. സത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല വചനം നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണോ ബൈബിൾ നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് സംസാരിക്കുന്നത് സത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഒന്നിനും കുറവില്ലാതെ ജീവിക്കണം. ഒന്നിനും കുറവില്ലാതെ നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലും കുറവ് ഉണ്ടായി ജീവിക്കുന്നെങ്കിൽ പലപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഓഫ് കോഴ്സ് ദൈവം ചില ടെസ്റ്റുകളൊക്കെ അനുവദിക്കും നമ്മുടെ ജീവിതം. പക്ഷേ അതൊന്നും അതൊന്നും എന്നും അങ്ങനെ പോകാനുള്ള ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വഴികൾ നടക്കുവാനും ഒന്നിനും കുറവില്ലാതെ മുന്നോട്ട് നീങ്ങുവാനും. കാരണം ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചപ്പോ മനുഷ്യ രോഗമുണ്ടായിരുന്നില്ല, ശാപം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ ദൈവത്തെ പോലെ ഉള്ള ഒരു വ്യക്തി, ഒരു ജീവിയായിരുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ പാപമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇവിടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ ഉള്ള നമ്മുടെ വിശ്വാസികൾ എന്ന് പറയുന്നെങ്കിലും ദൈവത്തിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്നെങ്കിലും പലപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ട്രാക്കിലാണെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ നയിപ്പാൻ നമ്മൾ പ്രാപ്തരാകും എന്നുള്ളത് വചനം പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ദിവസങ്ങളിൽ അതിൽ മനസ്സിലാക്കുവാനും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ആ ട്രാക്കിലേക്ക് കയറുവാനുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാകട്ടെ, അതിനുള്ള പ്രാർത്ഥന ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന വിഷയം സോൾട്ടയാണ്. ഈ വിഷയം അല്പം ബോറിംഗ് ഉള്ള വിഷയം എനിക്കറിയാം. പക്ഷെ നമ്മളിത് പറയാതെ പോയാൽ നമ്മളിത് അറിയാതെ ഇരുന്നാൽ നമുക്ക് പലപ്പോഴും പല വിഷയങ്ങളും നമുക്ക് പുറത്തു വരാൻ കഴിയുകയില്ല. ഞാനിതിന്റെ സോൾട്ടയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് സോൾട്ടയെ കുറിച്ച് പറഞ്ഞു, ഇതെങ്ങനെ പുറത്തു വരാമെന്ന് പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഞാനും ഇതിന് പഠിക്കുകയും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യർ നമുക്ക് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് പുറത്ത് വരാനുള്ളതായ പല വഴികൾ കാണുകയും അതും പ്രാക്ടീസ് ചെയ്യുക ചെയ്യുന്നു. നമ്മൾ അങ്ങനെയാണോ ഞാനും ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ ഈ നെഗറ്റീവ് സോൾട്ടേഴ്സ് പുറത്തു വരാനുള്ള കാര്യം മൂന്നാലെണ്ണം പറഞ്ഞു. നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ഈ പോസിറ്റീവ് സോൾട്ടയുടെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പായി നെഗറ്റീവ് സോൾട്ടേഴ്സ് എങ്ങനെ ബ്രേക്ക് ഒന്നുകൂടെ പറയാം. ചുരുക്കത്തിൽ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ നെഗറ്റീവ് സോൾട്ടേഴ്സിന് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും നമ്മളെ ബാധിക്കുവാനും, നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ഭൗതിക ജീവിതത്തെ, നമ്മുടെ മുൻ സ്പിരിച്വൽ ഗ്രോത്തിനെ, അതുപോലെ നമ്മൾ ജീവിതത്തിൽ എവിടേക്കാണ് പോസിറ്റിവിറ്റി വേണ്ടത് അവിടെയെല്ലാം ബാധിക്കുവാനും അത്തരം ഏരിയകളെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുവാനും ഈ നെഗറ്റീവ് സോൾട്ടേഴ്സിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ സോൾട്ടേഴ്സ് എന്നുള്ളത്. അതുപോലെ നമ്മളെ തിരിച്ചറിയുക, ഇതിനെ പുറത്താക്കുക. തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. പുറത്താക്കുക എന്നുള്ളത് അതിനും വലിയ കാര്യമാണ്. പുറത്താക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ വാർഫെയർ ഒരു ഭാഗമാണ്. സ്പിരിച്വൽ വാർഫെയർ. നമ്മൾ ആത്മീയ ജീവികളാണ്. നമ്മുടെ ദൈവം ആത്മാവാണ്. ആത്മലോകം എപ്പോഴും കലുഷിതമാണ്. എപ്പോഴും ദൈവത്തിൻ്റെതായ ദൈവിക ലോകവും പൈശാചിക ലോകവും നമ്മൾ എപ്പോഴും ഇങ്ങനെ വാർഫെയറിലാണ്. നമ്മളും അതുകൊണ്ട് വാർഫെയറിലാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ ഭാഗമാണ്. നമ്മൾ വാർഫെയറിലാണ്. അതുകൊണ്ട് ഈ വാർഫെയറിന് ഒരിക്കലും നമുക്ക് നിർത്താൻ കഴിയുകയില്ല. വചനം പറഞ്ഞെങ്കിൽ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളും അധികാരങ്ങളോടും ലോകത്തിലെ അന്ധകാരത്തിന്റെ അധിപതികളോടെന്ന് പറയും. നമ്മുടെ മനസ്സിന് വേണ്ടി യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ മനസ്സിനെ ആർക്ക് കൊടുക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിശാചിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, പിശാചിന് വേണ്ടി ചില ഡോർസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ പിശാചിന് നമ്മുടെ മേൽ ചില ലീഗൽ റൈറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് അത്തരം അവസ്ഥകളിലേക്ക് പോകാതെ ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും കർത്താവിനെ ഫോളോ ചെയ്യാനുള്ള ഒരു ആഗ്രഹ ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോൾട്ട് എന്നുള്ള ഇതുപോലെ കാര്യങ്ങളുടെ പുറത്തു വരാൻ സ്പിരിച്വൽ വാർഫെയർ ഏറ്റവും ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഈ പോസിറ്റീവ് സോൾട്ടേഴ്സ് ഗുണങ്ങളെ കുറിച്ചാണ്. കാരണം ഇത് പറയാതെ പോയാൽ ഈ സോൾട്ടേഴ്സ് നിങ്ങൾ നെഗറ്റീവ് മാത്രമാണുള്ളൂ കരുതിയിരിക്കും. പക്ഷെ പോസിറ്റീവ് സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ കുറിച്ചാണ് കാണിക്കുന്നത്. പോസിറ്റീവ് സോൾട്ട് അത്തരം ബന്ധങ്ങൾ എല്ലാ വിശ്വാസികൾക്കും ആവശ്യമാണ്. നമ്മുടെ ബന്ധം ഏറ്റവും ഉയർന്ന തലത്തിൽപ്പെട്ട ദൈവമായിട്ടാണ്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധമാണ്.
പക്ഷെ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് മാനുഷിക ബന്ധങ്ങളും ആവശ്യമാണ്. അപ്പോൾ അത്തരം ബന്ധങ്ങളോട് കിട്ടുന്ന ചില ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ പറ്റുന്നത്. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും. ഒരു പോസിറ്റീവ് സോൾട്ട് ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ അതിനുമ്പ് എന്താണ് ഈ സോൾട്ട് എന്നുള്ളതെന്ന് പറയും ആത്മബന്ധമാണ്. ആത്മാവിലെ ബന്ധത്തെയാണ് ഈ സോൾട്ട് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ബന്ധം എന്നും പറയാം. പോസിറ്റീവ് സോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ബന്ധം എന്ന് പറയും. നെഗറ്റീവ് സോൾട്ട് ബന്ധനം എന്ന് പറയാൻ പറ്റും. വ്യത്യാസം അതാണ്. രണ്ടും ഒരു ആത്മാവിന്റെ ബന്ധം കെട്ടെന്ന് പറയാമെങ്കിലും കെട്ടെന്നല്ല, രണ്ടും ഒരു ആത്മാവിന്റെ ബന്ധം എന്ന് പറയാമെങ്കിലും അത് പോസിറ്റീവായിട്ട് പറയുമ്പോൾ അതിനെ ബന്ധമെന്നും നെഗറ്റീവ് സോൾട്ട് എന്ന് പറയുമ്പോൾ ബന്ധനം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പിശാച് പലപ്പോഴും നമ്മളെ പൊസസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പൊസസ് ചെയ്യാറില്ല. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് പൊസസ് ചെയ്യാറില്ല. ഡിമോണിക് പവർ പൊസസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡിമോണിക് പവർ പൊസസ് ചെയ്യുമ്പോൾ തന്നെ പിശാചിന്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഹോളി സ്പിരിറ്റ് നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മളെ പൊസസ് ചെയ്യില്ല, കൺട്രോൾ ചെയ്യില്ല. അത് നമ്മുടെ ഫേവിലാണ്. വി കൻ ചൂസ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ വഴി നടക്കണം, നമുക്ക് ചൂസ് ചെയ്യും. പക്ഷെ പിശാച് അങ്ങനെയല്ല, പറഞ്ഞല്ലോ. അതുകൊണ്ട് പോസിറ്റീവ് സോൾട്ട് എന്ന് പറയും അതൊരു ബന്ധമാണ്. നമ്മളെ അറിയാവും, നമുക്ക് നമ്മളെ മനസ്സിലാക്കും, നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബന്ധം, ഒരു ആത്മാവ്, ഒരു സ്പിരിറ്റ് എന്ന് പറയും, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തി. അത് നമ്മൾ ആരുമായിക്കോട്ടെ, ഒരു ഹസ്ബൻഡ് ആകാം, നല്ല ഒരു ഫ്രണ്ട് ആകാം, നമ്മുടെ ഒരു നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ആകാം. അങ്ങനെ നല്ല ബന്ധങ്ങൾ, ദൈവം ഒരുക്കുന്ന ബന്ധങ്ങൾ. അതാണ് ഒരു പോസിറ്റീവ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം. ഇമോഷണൽ സപ്പോർട്ട് വളരെ വലുതായിരിക്കും. ഒരു വാക്യം എന്ന് പറഞ്ഞാൽ ഗലേഷ്യൻസ് 6:2 ഒരു വാക്യമുണ്ട്. ബെയർ വൺ അനദേഴ്സ് ബർഡൻ ആൻഡ് സോ ഫുൾഫിൽ ദ ലോ ഓഫ് ക്രൈസ്റ്റ്. അത് പരസ്പരം ഭാരങ്ങളെ ചുമക്കുക, അങ്ങനെ ദൈവത്തിന്റെ കർത്താവിൻ്റെതായ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. പരസ്പരം ഭാരങ്ങളെ ചുമക്കുന്ന ബന്ധങ്ങൾ പോസിറ്റീവ് സോൾട്ടെ കൊണ്ടുവരുന്നതാണ്. പോസിറ്റീവായിട്ട് നമ്മളെ സോളിന് പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ് പിന്നെ പോസിറ്റീവ്, അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ, പരസ്പരം നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ജീവിതത്തിന്റെ വളർച്ച ഉണ്ടാകും ഇത്തരം സോൾട്ടയിലൂടെ. ആത്മീയ ജീവിതത്തിന്റെ വളർച്ച. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെഗറ്റീവ് സോൾട്ട് എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഗ്രോത്ത് ഉണ്ടാക്കത്തില്ല, നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ട് പോകും, പൈശാച ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ രണ്ട് വ്യക്തികളുടെ ആത്മ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എവിടെയാണോ ഒരിക്കൽ ഒരു ദേവാസ് ചർച്ചിൽ ഒരു സൈറ്റാനിക് വർഷിപ്പ് ഇവിടെയല്ല, അമേരിക്കയിലാണ്. ആ ദേവാസ് പ്രൊഫറ്റ് ആണ്. അപ്പോ പല ചർച്ചകളിൽ ചെന്നിട്ട് ഈ സൈറ്റാനിക് വർഷിപ്പ് പല സഭകളിൽ ചെന്നിട്ട് അവിടെയുള്ള പാസ്റ്റേഴ്സിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ സഭകളെ തകർത്തൊരു വ്യക്തിയാണ്. അങ്ങനെ തന്നെയാണ് ഈ മനുഷ്യനെ ഈ ചർച്ചിൽ, ഈ പാസ്റ്റർ ചെന്നിട്ട് ഈ മനുഷ്യനെ അവിടെ ഈ പാസ്റ്റർ സ്പോട്ട് ചെയ്തു. അതായത് ഈ സൈറ്റാനിക് വർഷിപ്പറെ ഈ ദേവദാസൻ സ്പോട്ട് ചെയ്തു. അദ്ദേഹത്തെ, ആ വ്യക്തിയുടെ സൈറ്റാനിക് പവറിനെ അവിടെ ഡിസ്ട്രോയ് ചെയ്യാനിടയായി തീർന്നു. അപ്പൊ ഈ മനുഷ്യൻ ഈ സൈറ്റാനിക് വേർഷിപ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഈ ചർച്ചിൽ വന്ന ഈ പാസ്റ്ററുടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു യാഗപീഠം, അതായത് അദ്ദേഹം ദൈവത്തിന് സമർപ്പിക്കുന്ന, അദ്ദേഹത്തിന്റെ ശരീരത്തെ സമർപ്പിക്കുന്നതിലൂടെ, ജീവിത രീതികളെ സമർപ്പിക്കുന്നതിലൂടെ ദൈവമായ ബന്ധത്തിൽ വളർത്തിയെടുത്ത ഒരു യാഗപീഠമുണ്ട്, ഒരു അൾട്ടാറുണ്ട്. ആ ഒരു യാഗപീഠം എന്ന് പറഞ്ഞത് ഈ വന്ന ഒരു സൈറ്റാനിക് വർഷിപ്പർ സാത്താൻ മുമ്പിൽ കൊടുത്ത യാഗപീഠത്തെക്കാൾ വലുതായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ പാസ്റ്ററിനെ, ഈ സൈറ്റാനിക് വർഷിപ്പറെ മനസ്സിലാക്കുവാനും ആ പവറിനെ ഡിസ്ട്രോയ് ചെയ്യാനും കഴിഞ്ഞു. മീൻസ് എന്ന് വെച്ചാൽ സാത്താനെ ഡിസ്ട്രോയ് എന്നുള്ളതല്ല, ഈ മനുഷ്യനെ ഈ സൈറ്റാനിക് ആ ഒരു ഡിമോണിക് അറ്റാക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു, ആ പവറിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അതാ പറഞ്ഞത്, നമ്മളുടെ ആ മനുഷ്യന്റെ ഈ പാസ്റ്റ് ഉയർന്ന ആത്മനിലവാരം സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് ഈ നശിപ്പിക്കാൻ വന്ന സൈറ്റാനിക് വർഷിപ്പർ ഈ മനുഷ്യന് പുറത്തു കൊണ്ടുവരാൻ, സൈത്താന്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇതാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ ഒരു പോസിറ്റീവ് സോൾട്ടേക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ നമ്മളെ എവിടെയെങ്കിലും എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പുറകെ ഒക്കെ വലിക്കുന്നെങ്കിൽ, നമ്മളെ എന്തെങ്കിലും പ്രോസസ് ചെയ്യുന്നെങ്കിൽ, നമ്മളെക്കാൾ ഉയർന്ന ആത്മീയ നിലവാരമുള്ള ഒരു വ്യക്തിക്ക് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അവിടെ പലപ്പോഴും നമ്മൾ നല്ല ദൈവദാസന്മാരുമായി ബന്ധം വേണമെന്ന് പറയുന്നത്. നല്ല ദൈവവുമായി ബന്ധമുള്ള നല്ല ദേവദാസന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ഗുണം അനുഭവിക്കാൻ കഴിയും. അതാണ് ഒരു സപ്പോർട്ട്, ഒരു സ്പിരിച്വൽ ഗ്രോത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഭാവം എന്ന് പറയുന്നത്. അതായത് ഈ നല്ല സോൾട്ട്, അതായത് പോസിറ്റീവ് സോൾട്ട് ആണെങ്കിൽ നമ്മുടെ മറുഭാഗം, നമ്മുടെ ബന്ധമുള്ള ആളുടെ ജീവിതത്തിലുള്ള അദൈവിക ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ ആത്മാവിന്റെ അധികാരങ്ങൾ, ആത്മാവിന്റെ ശക്തി, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രോങ് അൽച്ചാറിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടുവാനിടയായിരുന്നു. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകും. അതാണ്ട് പിന്നെ ബൈബിൾ പറഞ്ഞ ഇങ്ങനെ, പ്രൊവേഴ്സിയും 2:27-15 പറഞ്ഞ ഇങ്ങനെയാണ്, അയൺ ഷാർപ്പൻസ് അയൺ ആൻഡ് വൺ മാൻ ഷാർപ്പൻസ് അനദർ.
ഹല്ലേലൂയ. മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. ഇരുമ്പിരിമ്പിനെ മൂർച്ച കൂട്ടുന്നു. അത് ഒരാൾക്ക് മറ്റൊരു വ്യക്തിയെ എല്ലാ രീതിയിലും വളർത്തുവാൻ കഴിയും. അത് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ആത്മീയമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരു വ്യക്തിയെ വളർത്തുവാനായി സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഉത്തരവാദിത്വം ഉണ്ടാവും. നമ്മുടെ ഈ നെഗറ്റീവ് സോൾട്ട് നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഒരു സ്പിരിച്വൽ ബോണ്ടേജ് ഉണ്ടാക്കുമെങ്കിൽ, ഇവിടെ പോസിറ്റീവ് സോൾട്ട് ആണെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റിയാണ് ഉണ്ടാവുന്നത്. അവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും നമ്മുടെ സോൾട്ടയും പോസിറ്റീവ് സോൾട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞത് എനിക്കറിയാം, ഈ വിഷയം അല്പം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കാത്തൊരു വിഷയമാണെങ്കിൽ പോലും നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണത്. അതുകൊണ്ട് ഈ പോസിറ്റീവ് സോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നമ്മൾ അങ്ങനെ ഉണ്ടാവേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇല്ലെന്നത് വിഷമിക്കേണ്ട. ഒരിക്കലും നെഗറ്റീവ് സോൾട്ടിലേക്ക് പോയി ചാടാതിരിക്കാത്രേ ഉള്ളൂ. പോസിറ്റീവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടാണ് ഏറ്റവും മികച്ച ബന്ധം വേണ്ടത്. ഒരു മാനുഷികമായ ഒരു കാര്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സാരമില്ല. നമ്മളെ കരുതുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരാൻ കഴിവുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവമായിട്ട് ബന്ധങ്ങൾ അതിൽ വളരാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. എനിക്കൊരു പോസിറ്റീവ് സോൾട്ടീവ് ഉള്ള ആളുകളോ എന്ന് കരുതി വിഷമിക്കേണ്ട, അതിൽ വേദനപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം തരാൻ കഴിവുള്ള, നമ്മളെ ശക്തനാക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു മാനുഷിക സോൾട്ടയുടെയും ആവശ്യമില്ല. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ഏറ്റവും വലുത്. ദൈവമായുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. ആ ബന്ധമാണ് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളർത്തുന്നത്. അത് ഒരു മാനസിക ബന്ധമല്ല. പിന്നെ കർത്താവിന്റെ ബന്ധം നമുക്കുള്ളപ്പോൾ, അങ്ങനെ ഒരു ബന്ധം നമ്മൾ വളർന്നാൽ ദൈവം നമുക്ക് നല്ല ബന്ധങ്ങൾ തരും, മാനുഷിക ബന്ധങ്ങൾ തരും. അത് അപ്പന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം ഇതാണ്, അക്കൗണ്ടബിലിറ്റി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളുടെ ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും ഈ സോൾട്ട് ചെയ്യുന്ന, പോസിറ്റീവ് സോൾട്ട് ഹോൾഡ് ചെയ്യുന്ന. നാലാമത്തേന്ന് പറഞ്ഞാൽ കംഫർട്ട് ആൻഡ് കൺസോലേഷൻ. അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലയും നമ്മളെ കംഫർട്ട് ചെയ്യുവാനും കൺസോൾ ചെയ്യാനും കഴിവുള്ള ഒരു പാർട്ണറായിരിക്കും ഈ പോസിറ്റീവ് സോൾട്ട് നമ്മളോടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ. വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് 13 കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെ ഒരു ആളില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതായ ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടാണ്, നമ്മുടെ ദൈവമായിട്ടാണ്. അതുകൊണ്ട് ദൈവമാണ് നമുക്ക് ഇത്തരം ബന്ധങ്ങൾ തരാൻ ഏറ്റവും ശക്തനും, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും, നമുക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യവും ദൈവവുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ ആ ബന്ധത്തിൽ വളരുവാൻ അത് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ സോൾട്ട് എന്ന് പറഞ്ഞ വിഷയം ഇവിടെ നിന്ന് നിർത്തുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമ്മളിതിനെ തള്ളിക്കളയരുത്. നമ്മളിതിൽ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക, ഇതിൽ വളരാൻ ശ്രമിക്കുക, നല്ല ബന്ധങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, നമ്മുടെ ഭൗതിക ജീവിതത്തിന്, നമ്മുടെ സാമ്പത്തികം, എല്ലാറ്റിനും, അതായത് നമ്മുടെ ഇത്തരം ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരിക്കലും ഒരു നെഗറ്റീവ് സോൾട്ടേവ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് പിശാചിന്റെ ഡെമോണിക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് പിശാചിന്റെ ഒരു ലീഗൽ റൈറ്റിന് നമ്മൾ നിന്ന് കൊടുക്കരുത്. അത് നമ്മുടെ ജീവിതം ദോഷം ചെയ്യും. മറിച്ച് ദൈവമായി ബന്ധം വളരുവാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നാളെ മുതൽ നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക്